പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും ഒരു മഴക്കാലത്താണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെയും എത്തി നിൽക്കുന്നത്. കാലവർഷക്കെടുതികൾക്കപ്പുറമാണ് ഈ പകർച്ചവ്യാധികൾ പിടിപെടുന്നതും അതേപോലെ തന്നെയാണ് ഈ പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഡെങ്കുപ്പനിയും അതേപോലെ ചിക്കുൻ ഗുനിയും ഒക്കെ നമ്മൾക്ക് പരിചിതമാണല്ലേ. കുറേ കാലമായിട്ട് നമ്മൾ ഈ സംസാരിക്കുന്ന ഓരോ രോഗങ്ങളാണ് ഇവയൊക്കെയും. പക്ഷേ ഇപ്പോൾ പ്രശ്നം വെസ്റ്റ് ഷിഗല്ലയും നിപയും ഒക്കെയാണ്. നമുക്ക് ഈ ഓരോ രോഗങ്ങളും അത് എങ്ങനെയാണ് പടരുന്നത്, എന്താണ് ഇവയുടെ ലക്ഷണങ്ങൾ, എങ്ങനെ ഇവയൊക്കെ ചികിത്സിക്കാം, എന്തൊക്കെയാണ് മുൻകരുതൽ, ഇവ പറഞ്ഞ് തുടങ്ങാം ഇന്നത്തെ ഹൈ ഫൈവ്. ആദ്യം ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആദ്യം ഞാൻ വെസ്റ്റ് നൈൽ പനി എടുക്കുകയാണ്. വെസ്റ്റ് നൈൽ എന്ന് പറയുന്നത് നോക്കൂ, ഈ വെസ്റ്റ് നൈൽ ഫീവർ കൊതുകുകൾ വഴി പകരുന്ന ഒരു വൈറസ് രോഗമാണ് വെസ്റ്റ് നൈൽ ഫീവർ അതല്ലെങ്കിൽ വെസ്റ്റ് നൈൽ പനി എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകുന്നത് വെസ്റ്റ് നൈൽ വൈറസ് അതുമൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. വെസ്റ്റ് നൈൽ പനി അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വെസ്റ്റ് നൈൽ ബാധിതരാണ് നിങ്ങളെങ്കിൽ കൂടുതൽ പേർക്കും, അതായത് ഒരു 80% പേർക്കും ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ രോഗത്തെ ഗുരുതര സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ചിലരിൽ ഈ ലക്ഷണങ്ങളൊക്കെ കാണാം. അത് പനി, അതേപോലെ തന്നെ തലവേദന, ശരീരവേദന, അതല്ലെങ്കിൽ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, ക്ഷീണം, ഛർദി, അതല്ലെങ്കിൽ വയറിളക്കം, ചർമ്മത്തിൽ ചുവന്ന പാടുകൾ, റാഷസ് കാണും, അല്ലെങ്കിൽ കണ്ണിന് പിന്നിലെ വേദന. ഇതൊക്കെയാണ് ചിലരിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ തന്നെ വെസ്റ്റ് നൈൽ പനിക്ക് നിലവിൽ ലക്ഷണങ്ങളൊക്കെ 80% പേർക്കും കാണത്തില്ല. അതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും ഗുരുതര അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഘടകം. ഗുരുതരമായ കേസുകളിൽ ഈ പനി മൂർച്ഛിച്ച് വളരെ ഗുരുതരമായാൽ കഴുത്തിന് മുറിവുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ കഴുത്ത് വീഴൽ ഉണ്ടാകും, അതേപോലെ തന്നെ ബോധക്ഷയമൊക്കെ സംഭവിക്കും. തീർന്നിട്ടില്ല, പേശിക്ക് ബലഹീനത അതല്ലെങ്കിൽ പക്ഷാഘാതം, സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെസ്റ്റ് നൈൽ പനിക്ക്. അതേപോലെ തന്നെ മെനിഞ്ചൈറ്റിസ് അതല്ലെങ്കിൽ എൻസെഫലൈറ്റിസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലുമാണ്. അത് ഗുരുതരമായ കേസുകളുടെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഈ വെസ്റ്റ് നൈൽ പനിക്ക് എന്തൊക്കെയാണ് പ്രതിരോധ മാർഗ്ഗങ്ങളെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ തന്നെയാണ്. ഈ കൊതുക് കടി മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ പരമാവധി കൊതുക് കടി ഏൽക്കാതിരിക്കുക, കൊതുക് ഈ നിവാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് കൊതുക് നിവാരണ ലോഷൻ അതല്ലെങ്കിൽ റിപ്പല്ലന്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, മുഴുവൻ കൈയും കാലും ഒക്കെ മൂടുന്ന വസ്ത്രങ്ങൾ മാക്സിമം ധരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളത്. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ വീടുകളിലെ ജനലുകളിലും വാതിലുകളിലും ഒക്കെ കഴിയുന്നവരൊക്കെയും കൊതുക് വലകൾ സ്ഥാപിക്കാൻ പരമാവധി പരിശ്രമിക്കണം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വീടിനും പരിസരത്തും ഒക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ മഴയാണ്. മഴ വരുന്ന സമയത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യത വീടിന് ചുറ്റും ഭയങ്കര കൂടുതലല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു ചിരട്ട നൂന്ന് കിടന്നാലും മതി, അതിൽ വെള്ളം തങ്ങി നിന്ന് കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത വളരെയുണ്ട്. വീട്ടിൽ ചെടികളൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ചെടി വെക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെയും വെള്ളങ്ങളൊക്കെ വീണ് അത് കെട്ടിക്കിടക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 3-4 ദിവസം കൂടുമ്പോൾ മാത്രമാണ് അതിൽ കുറച്ച് വെള്ളം നനയ്ക്കുക. അതിൽ ഒരു പക്ഷേ ഈർപ്പമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയും കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ പനികളൊക്കെ ഇതിപ്പോൾ ഞാൻ ഈ വെസ്റ്റ് നൈലാണ് പറയുന്നതെങ്കിലും ഈ വെസ്റ്റ് നൈൽ അല്ലാതെ ഇപ്പോൾ ഉള്ള മറ്റ് പനികൾക്കൊക്കെയും കൊതുകുകൾ മൂലം ഉണ്ടാകുന്ന എല്ലാ പനികൾക്കുമുള്ള കാരണങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും അതിനൊരു പ്രതിരോധ മാർഗ്ഗം എന്ന് പറയുന്നത് വീടും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയെ മാക്സിമം നമ്മളങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ളത്, കൊതുകുകൾ കൂടുതലായി സജീവമായ സന്ധ്യാസമയത്തും അതേപോലെ തന്നെ പുലർച്ചയുമായിട്ട് പുറത്തു പോകുന്നത് പരമാവധി കഴിയുമെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ വെസ്റ്റ് നൈൽ പനിക്ക് അല്ലെങ്കിൽ വെസ്റ്റ് നൈൽ വൈറസിന് ഈ നിലവിൽ പ്രത്യേക മരുന്നോ അതല്ലെങ്കിൽ വാക്സിനോ ഒന്നും ലഭ്യമല്ല. നല്ല വിശ്രമം വേണം. അതേപോലെ തന്നെ പനി, വേദന നിയന്ത്രിക്കുന്ന മരുന്നുകൾ, വേദന സംഹാരികൾ എന്നൊക്കെയാണ് പ്രധാനമായിട്ടും ചികിത്സയായിട്ട് നൽകുന്നത്. അതേപോലെ തന്നെ പനിയും കടുത്ത തലവേദനയും കഴുത്ത് മുറുകൽ അതല്ലെങ്കിൽ ബോധക്കുറവ് പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ഡോക്ടറുടെ സേവനം നിങ്ങൾ കാക്ഷിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെസ്റ്റ് നൈൽ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് പോകുന്നത് ഷിഗല്ലയിലേക്കാണ്. ഷിഗല്ല ഇപ്പം വ്യാപകമായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ, തെക്ക് മധ്യ കേരളങ്ങൾ വിട്ട് വടക്കൻ കേരളത്തിൽ ഷിഗല്ല ബാധ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയണമെങ്കിൽ വയനാട് ജില്ലയിലൊക്കെ ഷിഗല്ല കേസുകൾ വളരെയധികം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കുടൽ അണുബാധയാണ് ഷിഗല്ല എന്ന് പറയുന്നത്. ഷിഗല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കുടൽ അണുബാധയാണ്. മലിനമായ ഭക്ഷണം,
വെള്ളം, അതല്ലെങ്കിൽ രോഗബാധിതരുമായി നമുക്കുണ്ടാകുന്ന സമ്പർക്കം, ഇവയിലൂടെയൊക്കെയാണ് ഷിഗല്ല രോഗം പടരുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ രോഗബാധയ്ക്കു ശേഷം സാധാരണയായിട്ട് 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടും. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒന്നാമത്തേത് വയറിളക്കം വരിക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ രക്തമോ അതല്ലെങ്കിൽ കഫമോ ഒക്കെ കലർന്നതാവും ഈ വയറിളക്കത്തിൽ ഉണ്ടാവുക. അതൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വയറുവേദനയും അതേപോലെ തന്നെ വയറ് കടിയും ഒക്കെ ഉണ്ടാകും ചില ആളുകൾക്ക്. പിന്നെയുള്ളത് പനിയാണ്, ഓക്കാനവും ഛർദിയും ഒക്കെ വരും. അതേപോലെ തന്നെ ഈ ശക്തമായ എപ്പോഴും ഒരു നമ്മൾക്ക് ഈ മലം പോകാനുള്ള ഒരു ടെൻഡൻസി പരമാവധി കൂടുതലായിരിക്കും ഈ സമയത്ത്. നമ്മളതിനെ ടെനിസ്മസ് എന്ന് പറയും. ടെനിസ്മസ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ കൂടുതലായിരിക്കും ഈ സമയത്ത്. പിന്നെ അതേപോലെ തന്നെ നല്ല ക്ഷീണം തോന്നും ആളുകൾക്കൊക്കെയും ഈ ഷിഗല്ല രോഗമുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങൾ ചോദിച്ചാൽ ഇതിൽ പ്രധാനപ്പെട്ടത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും അതേപോലെ തന്നെ എപ്പോഴും എല്ലാ സമയത്തും നമ്മൾ ഈ കോവിഡിനൊക്കെ സമാനമായ രീതിയിൽ കോവിഡ് കാലമൊക്കെ നമ്മൾ എങ്ങനെ പ്രതിരോധിച്ചോ ആ രീതിയിൽ പോകണം നമ്മളൊരു ഷിഗല്ല ബാധിതരാണെങ്കിൽ. കാരണം കൈയും കാലും ഒക്കെ എപ്പോഴും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഒരു പ്രതിരോധ മാർഗം. രണ്ടാമത്തേത് ശുദ്ധജലം മാത്രം കുടിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നുള്ളതല്ല, അത് പരമാവധി നന്നായി തന്നെ കഴുകി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതേപോലെ മലിനമായ ഭക്ഷണവും വെള്ളവും ഒക്കെ മാക്സിമം ഒഴിവാക്കാനും, പ്രത്യേകിച്ച് ഈ വീടിനുള്ളിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും രോഗബാധിതർ ശ്രമിക്കണം. പുറത്തു നിന്നുള്ള ഭക്ഷണവും വെള്ളം കുടിയൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം. ഇനിയിപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ ഡയപ്പർ മാറ്റിയ കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീട്ടുകാർക്കാണെങ്കിൽ ഡയപ്പർ മാറ്റിയാൽ എപ്പോഴും ഒന്നും കൈ കഴുകണമെന്നൊന്നും ഇല്ല. പക്ഷെ അങ്ങനെയല്ല, കുട്ടികളുള്ള വീട്ടുകാരൊക്കെ ഡയപ്പർ മാറ്റിയതിനു ശേഷം കൈകൾ എപ്പോഴും നന്നായിട്ട് കഴുകി ശുചിത്വമുള്ളതായി സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ ശുചിത്വമുള്ള ശൗചാലയങ്ങൾ ഉപയോഗിക്കാനും മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം ഷിഗല്ല രോഗബാധിതർക്ക് അല്ലെങ്കിൽ ഷിഗല്ല രോഗം വരാതിരിക്കാനായി. ഇനി ഇതിന്റെ ചികിത്സ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധാരാളം വെള്ളവും ORSഉം കുടിക്കുക എന്നുള്ളതാണ്. ഈ നിർജ്ജലീകരണത്തിനെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് രോഗപ്രതിരോധ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനം. ചില കേസുകളിലൊക്കെ ഡോക്ടർ ആന്റിബയോട്ടിക് നിർദ്ദേശിക്കും. സ്വമേധയാ നമ്മളിപ്പം പനിയാണ് എന്നൊക്കെ കരുതി ഒരു ഡോളൊക്കെ കഴിച്ച് കിടന്നുറങ്ങാം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. പനിയൊക്കെ ആണെങ്കിൽ തന്നെ ഡോക്ടറുടെ സേവനം നിങ്ങൾ തരണം. ഇപ്പോഴത്തെ കാലത്ത് പല വിധത്തിലുള്ള പനികളും മറ്റ് രോഗബാധവും ഒക്കെ ഉള്ളതുകൊണ്ട് എന്താണ് പിടിപെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം മെഡിസിൻ എടുക്കാൻ ശ്രമിക്കണം. ഉടൻ ചികിത്സ തേടേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇപ്പം രക്തം കലർന്ന വയറിളക്കമാണ് നിങ്ങൾക്കെങ്കിൽ, അതല്ലെങ്കിൽ ഉയർന്ന പനി നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടുത്ത നിർജ്ജലീകരണ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, കുട്ടികളിലും വയോധികരിലുമൊക്കെ ഗുരുതര ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ആ സമയം തന്നെ ഡോക്ടറുടെ സേവനം കാണേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ചില സമയത്ത് വല്ലാണ്ടൊരു തലകറക്കമൊക്കെ ഫീൽ ചെയ്യുവാണെങ്കിലും അതും ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്തൊരു പ്രശ്നം ശരീരത്തിന് അനുഭവപ്പെട്ടാലും, ഒരു തളർച്ച പോലെയൊക്കെ ഒരു ലക്ഷണം അനുഭവപ്പെട്ടാൽ പോലും ആ ഘട്ടത്തിൽ തന്നെ ഡോക്ടറുടെ സേവനം ഈ ഘട്ടത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഈ 2 ലക്ഷണങ്ങൾ പറഞ്ഞു. ഇനിയിപ്പം മൂന്നാമത്തേത് ഇപ്പോൾ സമൂഹത്തിൽ ആശങ്കയിൽ നിൽക്കുന്ന മറ്റൊന്ന് നിപ്പയാണ്. നിപ്പ നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും വിട്ടുപോകാതെ ചില സീസണുകളിലായിട്ട് നിപ്പ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രോഗബാധിതരുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് നിപ്പയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും നിപ്പ രോഗം എന്താണെന്നും അത് എങ്ങനെ വരുന്നു എന്നും അതിൻ്റെ പ്രതിരോധ മാർഗം എന്തൊക്കെയാണ് എന്നുള്ളത്. പക്ഷേ ഈ ഘട്ടത്തിൽ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. നിപ്പ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു വൈറസ്, വളരെ ഗുരുതരമായ ഒരു വൈറസ് രോഗബാധയാണ് നിപ. പഴം തിന്നി വവ്വാലുകൾ, അതായത് ഫ്രൂട്ട് ബാറ്റ്സ്, അവരാണ് ഈ വൈറസിൻ്റെ സ്വാഭാവിക വാഹകർ. രോഗബാധിത മൃഗങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് മറ്റൊരാളിലേക്കോ ഈ രോഗം പകരാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും രോഗബാധയ്ക്കു ശേഷം സാധാരണയായിട്ട് 4 മുതൽ 14 ദിവസത്തിനുള്ളിലാവും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. ആദ്യ രോഗലക്ഷണങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പനി, തലവേദന, തൊണ്ടവേദന, അതേപോലെ തന്നെ പേശികൾക്കുണ്ടാകുന്ന വേദന, ചുമ, അതേപോലെ ഛർദി, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ആദ്യ രോഗലക്ഷണങ്ങൾ നിപ വൈറസിൻ്റെ. ഗുരുതരമായ ലക്ഷണങ്ങൾ പരിശോധിച്ചാൽ പ്രധാനപ്പെട്ടത് തലകറക്കം, അതേപോലെ ആശയക്കുഴപ്പം, അമിതമായ ഉറക്കം, ശ്വാസതടസ്സം, അപസ്മാരം, മസ്തിഷ്ക വീക്കം,
കോമ സ്റ്റേജിലേക്ക് പോവുക, ഇതൊക്കെയാണ് ഗുരുതരമായ രോഗലക്ഷണങ്ങൾ. എന്താണ് നിപയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്ന് ചോദിച്ചാൽ, വവ്വാലുകൾ കടിച്ചതോ അതല്ലെങ്കിൽ കേടായതോ ആയ പഴങ്ങൾ മാക്സിമം കഴിക്കാതിരിക്കുക. ഏതെങ്കിലും പക്ഷികളൊക്കെ കടിച്ചിട്ടേക്കുന്ന പഴങ്ങളൊന്നും നമ്മൾ തുടരുത്, അതൊന്നും കഴിക്കാൻ നിൽക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗങ്ങളിൽ ഒന്ന്. രണ്ടാമത്തേത്, ഈന്തപ്പന നീര് പോലെയുള്ള അസംസ്കൃത പാനീയങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളൊക്കെയും വീട്ടിൽ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കഴുകി അത് ഉപയോഗിക്കാം എന്നല്ല, അതിനെ വളരെ നന്നായിട്ട് നമ്മുടെ ഈ വിനീഗറും അതേപോലെ തന്നെ പറ്റുമെങ്കിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് കഴുകി, നമ്മളൊരു മീറ്റൊക്കെ വാങ്ങിയാൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ആ ഒരു പ്രോസസ്സ് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും കൂടി നമ്മൾ പ്രയോഗിക്കാൻ തയ്യാറാകണമെന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇനി കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ പ്രതിരോധ മാർഗങ്ങളിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ രോഗബാധിതരുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പം നിപ രോഗം ആർക്കെങ്കിലും സ്ഥിരീകരിച്ചാൽ അവരടുത്തേക്ക് മാക്സിമം അവരെ സന്ദർശിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇപ്പം രോഗബാധിതരായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പോയി കണ്ടേക്കാം, അങ്ങനെയൊക്കെ ഒരു തോന്നൽ നോർമലി എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകും. പക്ഷേ നിപ ബാധിതരാണെങ്കിൽ അവരുമായിട്ടുള്ള സമ്പർക്കം കൂടുതലായിട്ടും പുലർത്താതിരിക്കുക എന്നുള്ളതാണ് പ്രതിരോധ മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന്. രോഗിയെ പരിചരിക്കുമ്പോൾ മാസ്കും അതേപോലെ തന്നെ കയ്യുറകളും ഒക്കെ, ഗ്ലൗവും മാസ്കും ഒക്കെ ധരിച്ച് മാത്രമേ ഇവരുടെ അടുത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ പരിചരിക്കാനോ ഒക്കെ പാടുള്ളൂ എന്നുള്ളതും ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പിലൊന്നാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ കോവിഡിന് സമാനമായ രീതിയിൽ കൈകളൊക്കെ ഇടയ്ക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് കഴുകണം. ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ വളരെ കൃത്യമായി പാലിക്കാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. എന്താണ് നിപയുടെ ചികിത്സ എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ നിപ എന്ന് പറയുന്ന വൈറസ് രോഗബാധയ്ക്ക് നിലവിൽ പ്രത്യേകിച്ച് ഒരു മരുന്നോ അതല്ലെങ്കിൽ വ്യാപകമായി ലഭ്യമായ ഒരു വാക്സിനോ ഒന്നും ഇല്ല. രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതും ജീവൻ രക്ഷാ ചികിത്സയും അല്ലെ, അതാണ് പ്രധാനപ്പെട്ട ചികിത്സ. സപ്പോർട്ടീവ് കെയർ നൽകുക എന്നുള്ളത്, ഒരു രോഗബാധിത ഉണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ടീവ് കെയർ നൽകുക എന്നുള്ളത് മാത്രമേ നിലവിൽ ഒരു ചികിത്സ എന്നോണം നമുക്ക് നിപയ്ക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഉടൻ ചികിത്സ തരുന്ന ലക്ഷണങ്ങളുണ്ട്. ഇപ്പം പനിയോടൊപ്പം തന്നെ കടുത്ത തലവേദന വരികയാണ്, അതല്ലെങ്കിൽ ബോധക്കുറവ് അല്ലെങ്കിൽ ആശയക്കുഴപ്പം, ശ്വാസതടസ്സം, അപസ്മാരം ഒക്കെ ഉണ്ടെങ്കിൽ നിപ രോഗം ഗുരുതരമായി എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ, ഈ സംശയാസ്പദമായ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്നും ആരോഗ്യ വിദഗ്ധർ അറിയിക്കുന്നുണ്ട്. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ കുറേ രോഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ കാലവർഷം വന്നതിന് ശേഷം തന്നെ, കാലവർഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാലവർഷ കെടുതികളൊക്കെ നമ്മൾ സംസാരിക്കും. അതിനപ്പുറമാണ് പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ ഈ വൈറൽ ഫീവറോ അതല്ലെങ്കിൽ ഡെങ്കു പനിയോ ചിക്കൻ ഗുനിയോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അതൊക്കെ എങ്ങനെയായിരിക്കുമെന്നും അതിന് പ്രതിരോധ മാർഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇപ്പം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾക്കൊന്നും പ്രതിരോധ വാക്സിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിനെയൊക്കെ നമ്മൾ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതിന് ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,